നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ ഇപ്പൊ നൈന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് അഹാന പ്ലേ ചെയ്തേക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ട്രാവലാണ്, ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട് ഇതിൽ. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും 32-33 വെരി നമുക്കൊക്കെ എത്രയാ 36. അതായത് എനിക്ക് ഇടയ്ക്ക് ഷൂട്ട് മാറിയൊക്കെ ആയിരുന്നു. അപ്പോൾ കോവിഡ് ടൈം ആണല്ലോ, അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായ സമയത്ത് ഷൂട്ട് ഓർമ്മയുണ്ടല്ലോ. ഒരു ദിവസം ശ്രീനി സാറിനെ കാണുന്നു, ചില ദിവസം ലാൽ സാറിനെ കാണുന്നു, അർജുനെ കാണുന്നു, സണ്ണിയെ കാണുന്നു, അത് എളുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കപ്പം ഞാൻ ഈവൻ ഇവിടുന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമല്ല. സോ അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്, രണ്ടാം സമയത്ത് ജോലി തന്നവർ, ഞങ്ങൾക്ക് ജോലി തന്നു, അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യമാണ്. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി സിനിമ. എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ കാണേണ്ടി വരും. അതുപോലെ അജിച്ചേട്ടാ, ഇത് 2020 നടന്നൊരു ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയൊരു ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്ര നാൾ നിലനിൽക്കും എന്ന് വിശ്വാസമുണ്ടോ? അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം, ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയണം. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് വന്ന മദഗജരാജ ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ്. ഒരു വൻ വിജയമായിരുന്നു സിനിമ. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയുക, കാലത്തെ അതിജീവിക്കുന്ന തന്നെയാണ് സിനിമകൾ. ഇപ്പം പഴയ സിനിമകൾ നമ്മൾ കാണാറുണ്ടല്ലോ. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ് എന്ന് തോന്നി. ഇത്ര ആർട്ടിസ്റ്റുകളുള്ള പിന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ പുറത്തിറക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. അത് വിജയമാണോ പരാജയമാണോ എന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളതേ ഉള്ളൂ. ഭാഗ്യത്തിന് ഇതിലൊരു കോളേജ് പ്രൊഫസറാണ്, കുറച്ച് നല്ല സ്റ്റുഡൻ്റ് ആക്കിയില്ല. ഈ അഹാനയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ നല്ലൊരു ലെക്ചറാണ്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് തരും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? അപ്പൊ മനു പറഞ്ഞു, ഇല്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ആള് നമ്മുടെ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നതല്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു മനു.